ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ രാവിലെ എണീറ്റാലുള്ള ആദ്യത്തെ 3 മണിക്കൂറുകളാണ്. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ, പ്രൊഡക്ടിവിറ്റി, മോട്ടിവേഷൻ ലെവൽ, ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്പർ 1, ഇൻറ്റൻഷൻ സെറ്റിംഗ് ആൻഡ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ അടുത്ത ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിരിക്കണം. സോ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഭൂരിഭാഗം ആളുകളും ഈ കാര്യങ്ങളൊക്കെ അതിരാവിലെ ആയിരിക്കും പ്ലാൻ ചെയ്ത് വയ്ക്കുക. സോ ഇതിലൂടെ അവരുടെ എനർജിയും ടൈമും അവർ വേസ്റ്റ് ചെയ്ത് കളയുന്നു. സോ രാവിലെയുള്ള നിങ്ങളുടെ ഫോക്കസ് ആൻഡ് മെൻ്റൽ എനർജി എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് 10 മിനിറ്റ് മുന്നേ എഫക്റ്റീവ് ജേർണലിംഗ് ചെയ്യുക. ഇതിൽ നിങ്ങൾ അടുത്ത ദിവസം ചെയ്തു തീർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടാസ്കുകളെ മസ്റ്റായിട്ടും ഉൾപ്പെടുത്തുക. നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന 2 ടാസ്കുകളെ മസ്റ്റായിട്ടും ഇതിൽ ഉൾപ്പെടുത്തുക. ഇനി രണ്ടാമതായിട്ട്, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള അൾട്ടിമേറ്റ് റീസൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ജേർണലിൽ എഴുതി വയ്ക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ഇത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും സഹായിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലും ബിസിനസ്സിലുമൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജേർണലിൽ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. എക്സാമ്പിളായിട്ട്, ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നതിലൂടെ ഞാൻ വിചാരിച്ച ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇത്തരത്തിലാകണം നിങ്ങൾ എഴുതേണ്ടത്. ഇനി മൂന്നാമതായിട്ട്, നിങ്ങളുടെ മനസ്സിലുള്ള സ്ട്രെസ്സ്, വറീസ് ഇതൊക്കെ നിങ്ങൾ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിട്ട് മാറും. അതുമാത്രമല്ല, അടുത്ത ദിവസം നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആക്കുകയും അടുത്ത ദിവസം തുടങ്ങാൻ നിങ്ങളെ പ്രിപ്പയർ ആക്കുകയും ചെയ്യും. നമ്പർ 2, സെറ്റ് യുവർ മൈൻഡ് സെറ്റ് ഫോർ എ പ്രൊഡക്റ്റീവ് ഡേ. ഫ്രണ്ട്സ്, രാവിലെ എണീറ്റാൽ 80% ആളുകളും ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിലൂടെ ഒരുപാട് വേണ്ടാത്ത ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ള, നിങ്ങളെ വളരെയധികം എക്സൈറ്റഡ് ആക്കി മാറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ കാണുമ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു ഡോപാമിൻ കിക്ക് കൊടുക്കും. ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ, മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെയധികം ആൻഷ്യസ് ആയിട്ട് മാറും. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ ബ്രെയിനിനെ വളരെയധികം ഡാമേജ്ഡ് ആക്കി മാറ്റും. സോ ഇതിലൂടെ നിങ്ങളുടെ എനർജി ലെവൽ, മോട്ടിവേഷൻ ലെവലൊക്കെ നന്നായിട്ട് കുറയും. യൂണിവേഴ്സിറ്റി ഓഫ് ഗോതൻബർഗ് നടത്തിയ സ്റ്റഡിയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് അമിതമായിട്ടുള്ള ഫ്രീക്വൻസി ലെവലിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് യങ് വുമൻസിലും അഡൾട്ട്സിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് രാത്രി ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ അവർ വളരെ ടയേർഡായിട്ട് എണീക്കുന്നു. അതുമാത്രമല്ല, അമിതമായിട്ടുള്ള മൊബൈൽ യൂസേജ് ഡിപ്രഷനും കാരണമാകുന്നുണ്ടെന്ന് ഈ ഒരു സ്റ്റഡിയിൽ കണ്ടെത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെയുള്ള മൊബൈൽ യൂസേജ് നിങ്ങൾ ഇനി മുതൽ നിർത്തുക. നമ്പർ 3, സെറ്റ് ഇൻറ്റൻഷൻ ഫോർ ദ ഡേ. ഫ്രണ്ട്സ്, ഇൻറ്റൻഷനാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഇൻറ്റൻസിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. തലേ ദിവസം നമ്മൾ അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു വെച്ചു അല്ലേ? ഇനി നമ്മൾ ചെയ്ത ഒരു പ്ലാനിനെ റിയാലിറ്റി ആക്കി മാറ്റണം. സോ ഇതിനായിട്ട് നിങ്ങൾ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് വെച്ചാൽ, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, അഫർമേഷൻ, പ്രയേഴ്സ് ഇതൊക്കെ രാവിലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നല്ല രീതിയിൽ സൺലൈറ്റ് ലഭിക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പതുക്കെ കുടിക്കുക. ഇതെന്നുള്ളതും അതേ ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ആദ്യം ചെയ്യുക. കാരണം രാവിലെ നമ്മളുടെ എനർജി ലെവൽ, വിൽ പവർ, ഫോക്കസ് എന്നൊക്കെയുള്ളത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഹെവി ആയിട്ടുള്ളതുമായിട്ടുള്ള വർക്ക് നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യുക. നമ്പർ 4, ഫോളോ ദ സെക്ഷൻസ് ഓഫ് 90 മിനിറ്റ്സ് റൂൾ. നിങ്ങൾ 90 മിനിറ്റ്സിൻ്റെ 2 ഡീപ്പ് വർക്കിംഗ് സെക്ഷൻ രാവിലെ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുക. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക.
നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ 90 മിനിറ്റ്സിൻ്റെ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മൊബൈൽ നിങ്ങളുടെ അടുത്ത് വയ്ക്കാതെ ദൂരത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുക. സോ 90 മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അലാം കേൾക്കാൻ സാധിക്കും. ശേഷം 90 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 30 മിനിറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് എടുക്കുക. ഈ ഒരു 30 മിനിറ്റ്സ് ബ്രേക്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, നിങ്ങളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വർക്കിലേക്ക് തിരിച്ചു വരിക. എഗെയിൻ നിങ്ങൾ അടുത്തൊരു 90 മിനിറ്റ്സിൻ്റെ ഡീപ്പ് വർക്കിംഗ് സെക്ഷൻ കൂടി കംപ്ലീറ്റ് ആക്കുക. ബട്ട് റിമെമ്പർ, നിങ്ങൾ 30 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. സോ ഇനി വരുന്ന 90 ഡേയ്സിലേക്ക് നിങ്ങൾ ഈ ഒരു 90 മിനിറ്റ്സ് റോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഈ ഒരു ടൈമിലിരുന്ന് പഠിക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള ടാസ്ക് ഈ ഒരു ടൈമിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. നമ്പർ 5, വർക്ക് ഇൻ ഫ്ലോ സ്റ്റേറ്റ്. ഈ ഒരു 4 സ്റ്റേജസ് കഴിയുമ്പോഴാണ് നമുക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് വരും. ശേഷം എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് കുറയും. എന്നാലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല. ഇവിടെ നമ്മളുടെ മൈൻഡ് സെമി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ദെൻ അതിനുശേഷം വരുന്ന സ്റ്റേജാണ് ഫോക്കസ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കും. ഫ്ലോ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ഫോക്കസ് സ്റ്റേറ്റിനേക്കാളും 5 മടങ്ങ് കൂടുതലായിട്ട് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് 5 മടങ്ങ് കൂടുതലായിട്ട് ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾക്ക് ഹൈപ്പർ ഫോക്കസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. നമ്പർ 6, ഡിറ്റാച്ച് യുവർ സെൽഫ്. നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് ഹൈ ഇൻറ്റൻസിറ്റി വർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ടൈം ടു ടൈം നിങ്ങളതിനെ റിക്കവർ ചെയ്യിപ്പിക്കുകയും വേണം. നമ്മുടെ മൊബൈലിലുള്ള ബാറ്ററി തീരുമ്പോൾ നമ്മൾ അതിനെ ചാർജ് ചെയ്യാനിടും അല്ലേ? ദെൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഇതുപോലെ നമ്മളുടെ മൈൻഡിനെയും നമ്മൾ റീചാർജ് ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടേക്ക് ഫ്രീക്വൻറ്റ് ബ്രേക്സ് ആൻഡ് മൂവ് യുവർ ബോഡി. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അലിയാൻഡ്രോ ലയറിസിന് അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത് ആരൊക്കെയാണോ 50 മിനിറ്റ്സ് വർക്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുന്നത് അവർക്ക് അവരുടെ ഫോക്കസ് ഒരുപാട് നേരത്തേക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു ഈ ഒരു 50 മിനിറ്റ്സ് വർക്കിൽ ബ്രേക്ക് എടുക്കാത്തവരെക്കാളും എന്നുള്ളതാണ്. സോ നിങ്ങൾ മോർണിംഗിൽ മാത്രമല്ല എപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും വർക്ക് ചെയ്യാനിരിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ, അപ്പോഴൊക്കെ 5 to 10 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുക. ബട്ട് നിങ്ങളിങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് വർദ്ധിക്കും. സോ ഇതിലൂടെ നമ്മുടെ ഫോക്കസും കൂടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.